2023 രാജ്യത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ ഫ്ലൈയിംഗ് ടാക്സി അവതരിപ്പിക്കാൻ പദ്ധതിയുമായി തമിഴ്നാട് ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ E-പ്ലെയിൻ രംഗത്ത് 2024 വിൽപ്പനയ്ക്കെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന E200 എന്ന ആദ്യത്തെ ഫ്ലൈയിംഗ് ടാക്സി പ്രോട്ടോടൈപ്പ് മോഡലാണ് കമ്പനി ഇപ്പോൾ തയ്യാറാക്കുന്നത്. എങ്കിൽ ഇന്നത്തെ വിശേഷം അതാകട്ടെ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർവേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ഫുൾ ചാർജിൽ 200 കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന 2 സീറ്റുകളുള്ള ഇലക്ട്രിക് ഫ്ലൈയിംഗ് ടാക്സി ആയിരിക്കും E200 എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഈ മോഡലിന് 200 കിലോ വരെ ഭാരം വഹിച്ച് പറക്കാൻ കഴിയും. ഈ ഫ്ലൈയിംഗ് ക്യാബിന് 4 ഫാനുകൾ ഉണ്ടായിരിക്കും. അവയിൽ 2 എണ്ണം ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും സഹായിക്കും. അടുത്തത് 2 എണ്ണം ഈ വിമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഈ ഫ്ലൈയിംഗ് ടാക്സി ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ കാർ പോലെ ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. ഈ ടാക്സിയിൽ നോർമൽ ചാർജറിനൊപ്പം ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യവും കമ്പനി ഒരുക്കുന്നുണ്ട്. ഫ്ലൈയിംഗ് ടാക്സിയുടെ പാസഞ്ചർ കാർഗോ വകഭേദങ്ങൾ ഉടൻ തന്നെ കമ്പനി ഇന്ത്യയിൽ അവതരിപ്പിക്കും. 2022 ഡിസംബറിൽ E200 കാർഗോയ്ക്കുള്ള സർട്ടിഫിക്കേഷൻ കമ്പനിക്ക് ലഭിക്കുമെന്നും 2024 സെപ്റ്റംബറിൽ യാത്രക്കാർക്കായി ടാക്സി സർവീസ് ആരംഭിക്കുമെന്നും വിവരങ്ങൾ പറയുന്നു. 2025 US ഗവൺമെന്റിന്റെ ഫെഡറൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കമ്പനി സർട്ടിഫിക്കേഷനും നേടും. നിലവിൽ കമ്പനി E200 അസംബിൾ ചെയ്തു വരികയാണ്. ഡിസൈൻ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. E-പ്ലെയിൻ കമ്പനി ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IIT മദ്രാസിലെ പ്രൊഫസർ സത്യ ചക്രവർത്തിയും IIT മദ്രാസിലെ പൂർവ്വ വിദ്യാർത്ഥി പ്രജ്ഞൽ മേത്തയും ചേർന്നാണ് E-പ്ലെയിൻ കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത്. വീടിന്റെ റൂഫിൽ നിന്ന് തന്നെ പറന്നുയരാനും ഇറങ്ങാനും കഴിയുന്ന ഏറ്റവും ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ പറക്കുന്ന ഇലക്ട്രിക് വാഹനം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അവർ പറഞ്ഞത്. 50 കിലോഗ്രാം പേലോഡ് വഹിക്കാൻ കഴിയുന്ന E50 എന്ന പ്രോട്ടോടൈപ്പും E-പ്ലെയിൻ കമ്പനി വികസിപ്പിക്കുന്നുണ്ട്. 2023 വാണിജ്യവൽക്കരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലൈയിംഗ് ടാക്സികൾ പോലെയുള്ള വാഹനങ്ങൾ ഇന്ന് പല രാജ്യങ്ങളിലും ഗവേഷണം നടത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം eVTOL എന്ന കമ്പനിക്ക് അവരുടെ ഫ്ലൈയിംഗ് ടാക്സി സർട്ടിഫിക്കേഷൻ ലഭിച്ചിരുന്നു. ഫ്ലൈയിംഗ് ഇലക്ട്രിക് ടാക്സികൾ നഗരത്തിലെ ഗതാഗത കുരുക്കിൽ നിന്ന് മോചനം നേടുക മാത്രമല്ല നഗരങ്ങളിലെ മലിനീകരണം കുറയ്ക്കാനും സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷമായി ഞങ്ങളെത്താം. തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.